നീതുവിനെ പറ്റി പറയാന്ന് വെച്ചാല് ആള് കാണുമ്പോ ഭയങ്കര ശാന്തശീലമായിട്ടുള്ള ഒരു കുട്ടിയാന്ന് തോന്നും, പക്ഷെ ശരിക്കും അങ്ങനെയല്ല. കുട്ടി കുറച്ച് അതെ, ആള് ഭയങ്കര ജോളിയാണ്, ഓണാണ്. അതെ, ഞങ്ങളെക്കാളും ഒക്കെ ആള് ഭയങ്കര, ഞങ്ങൾ വിചാരിച്ച ഞങ്ങളൊക്കെയാണ് ഭയങ്കര അടിപൊളി എന്നൊക്കെ, പക്ഷെ അവളെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താ പറയാ. അതെ, ഫുൾ ഓണാണ്. ഞങ്ങളായിരുന്നു റൂംമേറ്റ്സ് ഉണ്ടായിരുന്നത്. ഒരു എന്താ പറയാ, നല്ല രസമാണ് എല്ലാരും കൂടെ ഇരിക്കുമ്പോ, അവളുടെ കൂടെ സംസാരിക്കുമ്പോ ഒക്കെ ആക്ച്വലി നല്ല രസമാണ്. കല്യാണം എന്നൊക്കെ പറയുമ്പോ അവളെക്കാളും സന്തോഷം ഞങ്ങൾക്കാണ് ആക്ച്വലി. ഞങ്ങളാണ് ഇതിൽ ഫുൾ ഓടിച്ചാടി നടന്ന്. അതെ, പിന്നെ അവൾക്ക് വരുണിനെ കിട്ടിയത് തന്നെ ആക്ച്വലി അടിപൊളിയാണ്. അവർ രണ്ടുപേരും സെറ്റാണ്, രണ്ടുപേരും ചക്കിക്കൊത്ത ബെസ്റ്റ് ആണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, അത് കറക്റ്റ് ആണ് അവര്. അതെ, അത് അവളായിട്ട് തന്നെ കണ്ടുപിടിച്ചതില് ഞങ്ങക്ക് അതിയായ സന്തോഷമുണ്ട്. ഭയങ്കര സ്നേഹമുള്ള ഒരു കുട്ടിയാണ് അല്ലേ, തങ്കക്കുടമാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ. I can make your lips in your fingertips and the happiest in your eyes. അപ്പൊ എല്ലാരും റെഡി അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ തീർന്നു. ഇനി നാളെ വരുവാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, പ്രപ്പോസ് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഭയങ്കരമായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ച് ഓക്കെ പറഞ്ഞു. ഞാനെൻ്റെ വീട്ടിൽ പറഞ്ഞത് ഫസ്റ്റ് അമ്മയോടാണ് കേട്ടോ. അമ്മയോടാണ് ഞാൻ ഭയങ്കര വീട്ടിലേറ്റവും കമ്പനി. അപ്പം അമ്മയോട് ഞാൻ ചെന്ന് പറഞ്ഞു, പക്ഷെ അമ്മ വിശ്വസിച്ചില്ല. അമ്മ അതെന്താ അങ്ങനെ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അച്ഛനോടും ഏട്ടനോടും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ നീതുവിൻ്റെ കല്യാണമാണ്. നീതു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അനിയത്തിക്കുട്ടിയാണ്. അവളെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഇതുപോലത്തെ ഒരു അവസരം ഇല്ല. അപ്പൊ അവരുടെ അടിപൊളിയായിട്ട് നടത്തുകയാണ്. துப்புடையாரை அடைவதெல்லாம் சோர்விடத்து துணையாவரென்றே
நிற்கிறேனாகிலும் நின்றடைந்தேன் ஆணைக்கு நீ அருள் செய்தமையா பெண்ணை வந்து நெறியும் போது அங்கேதும் நான் உன்னை நினைக்க மாட்டேன் அப்போதைக்கு இப்போதே சொல்லி வைத்தேன் அனங்க தரவணை பள்ளியான் കളിക്കാൻ പോകുമ്പോൾ ഞാൻ മരത്തുമേ കയറി മാങ്ങയൊക്കെ പറിച്ച് പിള്ളേർക്ക് കൊടുക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളല്ലേ എല്ലാവർക്കും പിടിച്ചു കൊടുക്കും ഞാൻ അറിയാണ്ട് എന്നൊരു ദിവസം താട്ടിക്കുള്ളൂ താട്ടിക്കണപ്പോൾ ചെറുതായി വേവിച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് കിടന്നു കൈ കുടിക്കണ്ടായിരുന്നു അവള് ചെറിയ കുട്ടി അവള് പോയിട്ട് വീട്ടിൽ പറഞ്ഞ് വീട്ടിൽ ചെത്തുന്നാ തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു പറയണ്ട. എന്നാലും ഇന്നിപ്പോൾ ഉള്ള കല്യാണമാണ്. വെരി വെരി ഹാപ്പി. അപ്പൊ നമ്മുടെ നീലിമോൾക്ക് ഹാപ്പി മാരീഡ് ലൈഫ് പറയും. നീതുനും വരുന്നു. ഓക്കെ, അത് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ഉരുമ്പ് കൊടുക്കാം. നീതുനും വരുണും ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ്. நானுள்ளே நுழைவேனா மாட்டேனா என் குழம்புகிறேன். ஓ மையல் 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 கொண்டே ஆடி முன்னே ஆடி நின்று மையல் கொண்டே என்னை போலோர் பிம்பம் கண்டே மையல் கொண்டே உண்மை கண்டே எந்த அழகை சொல்லும் கண்ணாடி இந்த நூலகம் இந்த கண்ணாடி. ஓ மையல் 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 கொண்டே ஆடி முன்னே ஆடி நின்றே மையல் கொண்டே என்னை போலோர் பிம்பம் கண்டே மையல் கொண்டே உண்மை கண்டே மையல் கொண்டேன்.